ഉംറക്ക് പോയാല് തവാഫ് കഴിഞ്ഞതിന് ശേഷം സയ്യിന് വേണ്ടി പോകും. സയ്യിന് പോകുമ്പോ പച്ച ലൈറ്റിന്റെ ഇടയില് ചെറിയൊരു ഓട്ടുണ്ട്. ആ ഓട്ടം അങ്ങോട്ട് മട്ടത്തിലുണ്ടാവണമെങ്കില് ഹാജറ ബീവി റളിയല്ലാഹു അൻഹ വെള്ളം അന്വേഷിച്ചങ്ങാണ്ട് ഓടിയത് കൽബിക്കൊണ്ട് വരണം. അപ്പൊ മനസ്സിന് ചില ഉറപ്പുകൾ ലഭിക്കാൻ മുൻഗാമികളുടെ താരീഖുകൾ സഹായകമാകുമെന്നാണ്. ഞമ്മക്ക് ചില മനസ്സുറപ്പ് കിട്ടും. ഞമ്മളെ വാപ്പാനെ പറ്റിയിട്ട് പഠിച്ചാല്, ഓരോരുത്തരും അവനവന്റെ വാപ്പാനെ പറ്റി പഠിച്ചാൽ ഒരു മനസ്സുറപ്പ് കിട്ടും എന്നാണ്. കാരണം നമ്മളെക്കാൾ സ്വാലിഹായിരിക്കും നമ്മളെ വാപ്പ. ഞാന് മാപ്പിള LP സ്കൂളിലാണ് 4ാം ക്ലാസ് വരെ പഠിച്ചിരുന്നത്. മാപ്പിള LP സ്കൂൾ പറഞ്ഞാല് വെള്ളിയാഴ്ച ക്ലാസ് ഉണ്ടാവില്ല, ശനിയാഴ്ച ഉണ്ടാവും, വെള്ളി ഞായറുമാണ് ഒഴിവുണ്ടാവുക. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ചെറിയ കുട്ടിയായിരുന്നെന്ന് നേരത്തെ ജുമയ്ക്ക് പോയിരുന്നു. അങ്ങനെ ഒരു 9 മണിക്കൊക്കെ വെള്ളിയാഴ്ച ജുമയ്ക്ക് എത്തിയാല് ഔത്തപ്പള്ളിയും പുറത്തപ്പള്ളിയും നിറയെ ആൾക്കാര് 3 അൽക്കഫ് കഴിഞ്ഞിട്ട് അൽക്കഫിന്റെ ശേഷമുള്ള ആ സ്വലാത്ത് അബുൽ ഹസൻ അലി ഷാദുലി റളിയല്ലാഹു അൻഹുയിലേക്ക്, അവരുടെ ശ്രേണിയിലേക്ക്, പരമ്പരയിലേക്ക് ചേർക്കപ്പെട്ട ആ സ്വലാത്ത് ഇങ്ങനെ അയിത്തെ ഹിസ്ബ് യൗമുൽ ജുമുഅ എന്ന് പറഞ്ഞ വെള്ളിയാഴ്ചയിലെ ഹിസ്ബ് ഇങ്ങനെ ചെല്ലൽ തുടങ്ങിയിട്ടുണ്ടാവും. 3 അൽക്കഫ് കഴിഞ്ഞിട്ട് ഔത്തപ്പള്ളിയും പുറത്തപ്പള്ളിയും നിറയെ മനുഷ്യന്മാരുണ്ടാവും. നമ്മളെ വാപ്പ നമ്മളെക്കാൾ നേരത്തെ ജുമയ്ക്ക് പോയിരുന്നു. നമ്മളെ വല്ലിപ്പ അതിനേക്കാൾ നേരത്തെ ജുമയ്ക്ക് പോയിരുന്നു. ഇന്ന് വെള്ളിയാഴ്ചയുള്ള നമ്മളെപ്പോഴാ ജുമയ്ക്ക് പോയത് എന്ന് നമ്മളൊന്ന് ആലോചിച്ചാൽ കിട്ടും. ഓരോരുത്തരും അവനെ പറ്റി ആലോചിച്ചാൽ മതി, മറ്റുള്ളവരെ പറ്റി ആലോചിക്കണ്ട. അതുകൊണ്ടിട്ട് കാര്യമില്ല. നമ്മളിന്ന് വെള്ളിയാഴ്ച എപ്പോഴാ ജുമയ്ക്ക് പോയത്? നമ്മളെ വാപ്പ ബാങ്ക് കൊടുക്കണതിന് മുമ്പ് പോകാത്ത ആയുസ്സിൽ എന്തെങ്കിലും ഒരു ദിവസം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് പനിയായിട്ട് കിടന്നപ്പോഴേക്കാരം, അല്ലാതെ ഉണ്ടാവില്ല. ഞമ്മക്കിന്ന് പനിയൊന്നും ഉണ്ടായിട്ടല്ലല്ലോ നേരം വയ്ക്ക്. പനി ഉണ്ടായി ഇപ്പം ഇങ്ങോട്ട് വരില്ലല്ലോ. പനി ഉണ്ടായിട്ടല്ല, അത്രയൊക്കെ മതിയെന്ന് കരുതിയതാണ്. മുൻഗാമികളെ പഠിച്ചാൽ കൽബിനൊരു ഉറക്കിട്ടും. വല്ലിപ്പാനെ പഠിച്ചാല് ഈ ദിനേറെ ഉറപ്പിട്ടും. വല്ലിപ്പാനെ പഠിച്ചാല് നമ്മളെ വല്ലിപ്പ അതിന്റെ മുമ്പ് ജുമയ്ക്ക് പോയിരുന്ന ആളാണ്. കഞ്ഞിയിൽ വറ്റു തെരഞ്ഞിരുന്ന കാലത്തും ഇബാദത്തിനൊരു കുറവ് അവർക്ക് ഉണ്ടായിരുന്നില്ല. റബീഉൽ അവ്വലാഞ്ഞു വരുന്നത്, കഞ്ഞിയിലിടാൻ വറ്റില്ലാത്ത ആ സമയത്തും റബീഉൽ അവ്വലിൽ മൗലിദ് ഓതാതെ അവരുടെ ഒരു കാലം കഴിഞ്ഞു പോയിട്ടില്ല. നമുക്ക് റബീഉൽ അവ്വൽ എത്രണ്ണം കഴിഞ്ഞു പോയി. ആരെ മൗലിദ് ഓതി? മൗലിദ് താബ് ആരോടൊക്കെ ഉള്ളത്? അതൊക്കെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പൊ മുൻഗാമികളെ പഠിച്ചാൽ രണ്ടാമത്തെ കാര്യം ചെയ്യുന്ന അമലുകൾക്ക് ഒരു ഉറപ്പിട്ടുന്നാണ്. ഇനി മൂന്നാമത്തെ ഒരു കാര്യമുണ്ട്, അതാണ് വളരെ പ്രധാനപ്പെട്ടത്. നമ്മൾ എവിടെയും എത്തിയില്ല എന്ന് മനസ്സിലാവുമെന്നാണ്. ഗൗസുൽ ആദം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ സന്താന പരമ്പരയാണ്. സയ്യിദ് അവറുകൾ ബാപ്പാന്റെ ഗുണണ്ടാവും പേരക്കുട്ടിക്ക്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ പേര് ഷാഫി എന്നല്ലല്ലോ. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ പേര് മുഹമ്മദ് എന്നാണ്. ഷാഫി ഇമാമിന്റെ വാപ്പാന്റെ പേര് ഇദ്രീസ് എന്നാണ്. ഷാഫി എന്നുള്ളത് വല്ലിപ്പയാണ്. പിന്നെന്താ ആ പേര് കിട്ടാൻ കാരണം? വല്ലിപ്പാന്റെ ഗുണം ഉണ്ടായതുകൊണ്ട്. പാരമ്പര്യ ഗുണം എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട് എന്നാണ്. പാരമ്പര്യ ഗുണം. ആലിമിന്റെ മകൻ ആലിമാകൽ എളുപ്പമായിരിക്കും. നേതാവിന്റെ മകൻ നേതാവാകൽ എളുപ്പമായിരിക്കും. ബിസിനസ്സുകാരന്റെ മകൻ ബിസിനസ്സുകാരനാവൽ എളുപ്പമായിരിക്കും. ഹാഫിദിന്റെ മകൻ ഹാഫിദാകൽ എളുപ്പമായിരിക്കും. മുദരിസിന്റെ മകൻ മുദരിസാകൽ എളുപ്പമായിരിക്കും. അതിനെയാണ് പാരമ്പര്യ ഗുണം എന്ന് പറയുന്നത്. അതുകൊണ്ട് രണ്ടാമത്തത് പാരമ്പര്യ ഗുണത്തെ മനസ്സിലാവലാണ്. മൂന്നാമത്തെ കാര്യം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, നമ്മൾ എവിടെയും എത്തിയില്ല എന്ന് മനസ്സിലാക്കാൻ മുൻഗാമികളായ ആളുകളുടെ താരീഖുകൾ പഠിച്ചാൽ മനസ്സിലാകും. എല്ലാവർക്കും ഒരു ദിവസത്തിൽ 24 മണിക്കൂറിനുള്ളൂ. എല്ലാവർക്കും ഒരു കൊല്ലത്തിന് 365 ദിവസം തന്നെ ഉള്ളൂ. തങ്ങൾ പാപ്പാക്കും അത്ര തന്നെ ഉള്ളൂ, ഞമ്മക്കും അത്ര തന്നെ ഉള്ളൂ, ആലിക്കുട്ടിസ്ഥാനും അത്ര തന്നെ ഉള്ളൂ. 24 മണിക്കൂറിൽ ഏറെ ഒരു ദിവസത്തിൽ ഉണ്ടായതുകൊണ്ടൊന്നല്ല തങ്ങൾ പാപ്പി ആലിക്കുട്ടി ഉസ്താദും എല്ലാ വെള്ളിയാഴ്ച അൽക്കഫ് ഓതിയത് നമ്മൾ ഓതാത്തോ. ഇന്ന് വെള്ളിയാഴ്ച ഉള്ള ഒന്ന് ആലോചിച്ച് നോക്ക, അവനെ പറ്റി ആലോചിച്ച് നോക്ക.
വെള്ളിയാഴ്ച ഒരാൾ അൽ കഹ്ഫ് സൂറത്ത് ഓതിയാൽ അത് അടുത്ത വെള്ളിയാഴ്ച വരെ അവന് പ്രകാശമായിരിക്കുമെന്നാണ്. നൂർ, പ്രകാശം. നൂർ എന്നത്, പ്രകാശം എന്നത് ഈമാനിന്റെ സിംബലാണ്. ഈമാനിന് പകരമായി ഉപയോഗിക്കുന്ന വാക്കാണ് നൂറ്, പ്രകാശം എന്നത്. ഒരു വെള്ളിയാഴ്ച അൽ കഹ്ഫ് ഓതിയാൽ അടുത്ത വെള്ളിയാഴ്ച വരെ അതവന് പ്രകാശമായിരിക്കുമെന്ന് പറഞ്ഞാൽ ഈമാനാണ്. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ഒരു വെള്ളിയാഴ്ചയിൽ അൽ കഹ്ഫ് ഓതിയാൽ അടുത്ത വെള്ളിയാഴ്ചക്കിടയിൽ അവൻ മരണപ്പെടുകയാണെങ്കിൽ ഈമാനോടുകൂടെയല്ലാതെ മരണപ്പെടുകയില്ല എന്നാണ് വെള്ളിയാഴ്ചയിലെ അൽ കഹ്ഫ് നൂറായിരിക്കും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ആകെ മനുഷ്യന് പേടിയുള്ളത് ഈമാന്റെ കാര്യത്തിൽ മാത്രമാണ്. വേറൊക്കെ നടന്നോളും, ആകെ പേടിയുള്ളത് ഈമാന്റെ കാര്യത്തിൽ മാത്രമാണ്. ഈമാന്റെ സുരക്ഷയാണ് വെള്ളിയാഴ്ചയിലെ അൽ കഹ്ഫ്. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും ഒരു ദിവസം തന്നെ 24 മണിക്കൂറിനെ ഉണ്ടായിട്ടുള്ളൂ. മൂപ്പർക്കൊക്കെ എന്താ ഓതിക്കൂടെ? മൂപ്പർക്ക് ഒരു ദിവസം 26 മണിക്കൂറല്ലേ എന്ന് വിചാരിക്കണ്ട. മൂപ്പർക്കും 24, ഞമ്മക്കും 24, എല്ലാവർക്കും 24. വേണമെന്ന് കരുതിയാൽ നേരം ഉണ്ടാവും, നേരമില്ല എന്ന് കരുതിയാൽ നേരം ഉണ്ടാവില്ല. ഓല് വേണമെന്ന് കരുതി, അതുകൊണ്ട് നേരം ഉണ്ടായി. നമ്മൾ നേരമില്ല എന്ന് കരുതി, അതുകൊണ്ട് നമുക്ക് നേരമില്ല. എന്നെ സംഗതി. അതുകൊണ്ട് മൂന്നാമത്തെ കാര്യം നമ്മളെവിടെ എത്തിയില്ല എന്ന് മനസ്സിലാവും എന്നതാണ്. ഗൗസുൽ സുൽത്താൻ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് 1000 കൊല്ലങ്ങൾക്ക് മുമ്പാണ് ജീവിക്കുന്നത്. 470 ഹിജ്റ 470, ഏകദേശം 1500 അഥവാ 1000 കൊല്ലങ്ങൾക്ക് മുമ്പാണ് മഹാനവർകൾ ജീവിക്കുന്നത്. 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് സ്വന്തമായി ചരക്ക് കപ്പലുള്ള വ്യാപാരിയാണ് മുഹ്യിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു. വിലായത്തിൽ വലിയ സ്ഥാനം നേടിയത് ഒരു പണിയില്ലാതെ ഒഴിഞ്ഞിങ്ങനെ ഇരുന്നപ്പോഴൊന്നല്ല, വലിയ കച്ചവടക്കാരനാ. സ്വന്തമായി ചരക്ക് കപ്പലുള്ള കച്ചവടക്കാരൻ. ഒരു സൂപ്പർ മാർക്കറ്റേ ഉള്ളൂ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവലം യറൗ അന്നാ നഅ്തിൽ അർദ നൻഖുസുഹാ മിൻ അത്റാഫിഹാ. ഭൂമി അതിങ്ങനെ അല്പാൽപമായി ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നതിനെ അവർ കാണുന്നില്ലയോ എന്ന ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയാണ്, സത്യത്തിൽ ഭൂമി ചുരുങ്ങണമെന്നില്ലല്ലോ. ഭൂമി ചുരുങ്ങുന്നത് അവർ കാണുന്നില്ലയോ എന്ന് ചോദിച്ചാൽ, ഭൂമി ഇപ്പൊ വർഷക്കാലായാലും മഴയൊക്കെ പെയ്താല് കടലോര മേഖലയിലുള്ള ആളുകളൊക്കെ പറയും ഇടിഞ്ഞുപോയി, ഭൂമി ഇടിഞ്ഞുപോയി, കടല് കയറി, വെള്ളം കയറി എന്നൊക്കെ പറയും. വെള്ളം കയറിയിട്ട് കടലിക്ക് കൂടിയാലും ഈ സ്ഥലം അവിടെ ഉണ്ടല്ലോ, പോണൊന്നുമില്ലല്ലോ. പിന്നെന്താണ് ഭൂമി ചുരുങ്ങുക പറഞ്ഞാല്? ഭൂമി ചുരുങ്ങുക എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ നിലവാരം ചുരുങ്ങലാണ്. ഐ മൗത്തുൽ ഉലമാഇ വസ്സുലാഇ, ആലിമീങ്ങളും സ്വാലിഹീങ്ങളും മരണപ്പെടലാകുന്നു ഭൂമിയുടെ ചുരുക്കം എന്ന് പറയുന്നത്. അബ്ദുല്ലാഹിൽ യാഫി റളിയല്ലാഹു അൻഹു ഭൂമിയോട് അഭിസംബോധനം ചെയ്തുകൊണ്ട് ഒരിക്കൽ ഇങ്ങനെ പറയുന്നുണ്ട്. ഭൂമിയോടൊരിക്കൽ ഞാൻ ചോദിച്ചു, ഭൂമി, നല്ല നല്ല മനുഷ്യന്മാരൊക്കെ നീ ആദ്യം പ്രസവിച്ചിരുന്നല്ലോ, ഇപ്പെന്താ നീ അങ്ങനെ നല്ല നല്ല മനുഷ്യന്മാരൊന്നും പ്രസവിക്കാത്തത് എന്ന് സയ്യിദുനാ അബ്ദുല്ലാഹിൽ യാഫി റളിയല്ലാഹു അൻഹു ഭൂമിയെ അഭിസംബോധനം ചെയ്തുകൊണ്ട് ഒരിക്കൽ ചോദിക്കുന്നുണ്ട്. അതിന് ഭൂമി മറുപടി പറഞ്ഞതായി അദ്ദേഹം സങ്കല്പിക്കുന്നു. പണ്ടൊക്കെ അങ്ങനെ ഇരുന്നു, ഇപ്പോൾ ഞാൻ മച്ചിയായി പോയി, നല്ലതൊന്നും പ്രസവിക്കാൻ കഴിയുന്നില്ല എന്ന്.